തങ്ങളാരുമല്ല, ഒന്നുമല്ല എന്ന ശരീരഭാഷയുമായി മനുഷ്യർ സ്ത്രീകൾക്ക് മുമ്പിൽ ചുരുണ്ടോടി കിടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹോൾ ബോഡി പ്രൊസഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒന്നാണ്. അത്തരമൊരു കാലത്തിൽ ശിരസുയർത്തി നട്ടെല്ല് നേരെ പിടിച്ച് ഇങ്ങനെ നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ആചാര്യനുണ്ടായിരുന്നു, വൈകുണ്ഠസ്വാമികള. പിന്നീട് അയ്യാവഴി എന്നൊക്കെ പേരിൽ ഒരു ധർമ്മം രൂപപ്പെടുത്തിയ മനുഷ്യനാണ്. തലപ്പാവ് പോലും കെട്ടി വേണം കോവിലിന് മുന്നിൽ നിൽക്കാനെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലായിടത്തും ചുരുണ്ടുകൂടിപ്പോയ മനുഷ്യർ ദൈവസന്നിധിയിലെങ്കിലും ഇങ്ങനെ നേരെ നിൽക്കണ്ടേ? ആയിടത്തിലെങ്കിലും നേരെ നിന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? നേരെ നിൽക്കുക എന്നുള്ള പ്രധാനം. വസ്തുത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാസം അതായിരുന്നു പറയുക. പരിണാമത്തിൻ്റെയൊക്കെ ഘട്ടങ്ങളിൽ ബുദ്ധിയുള്ള മനുഷ്യൻ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? എന്നാണോ മനുഷ്യൻ ആ നേരെ നിൽക്കാനായിട്ട് പഠിച്ചത്, അപ്പോഴാണ് അയാളുടെ ബുദ്ധിക്ക് വികാസമുണ്ടായത്, അയാളുടെ കൈകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായത്. അതിനുശേഷമാണ് ഈ ഹോമോസാപ്പിയൻ രൂപപ്പെടുക. നമുക്ക് മനുഷ്യരെന്ന നിലയിൽ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ഉണ്ട്. ഇഴഞ്ഞു നടക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന മനുഷ്യരെ നേരെ നിർത്താൻ സഹായിക്കുക, നട്ടെല്ല് നേരെ ഉയർത്താനായിട്ട് സഹായിക്കുക. സുവിശേഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കൗതുക വിചാരമുണ്ട്. എവിടൊക്കെയാണ് യേശു ചില രോഗാതുരതയിൽ നിന്ന് മനുഷ്യരെ സൗഖ്യപ്പെടുത്തിയോ അവിടെയൊക്കെ ഒന്നെങ്കിൽ അവർ അതിനുവേണ്ടി ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർ ഉറ്റവർ അവർക്ക് വേണ്ടി നിലവിളിച്ചു. എന്നാൽ അത്തരമൊരു ഇടപെടലുമില്ലാതെ യേശു ബോധപൂർവം അരികിലേക്ക് പോയി സൗഖ്യം കൊടുത്ത രണ്ട് സംഭവങ്ങളെ ഈ പുതിയ നിയമത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്നിങ്ങനെ 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരാളാണ്. ഒരു സിനഗോഗിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ പൂന് പിടിച്ചൊരു സ്ത്രീയെ കണ്ടു. രണ്ടിനകത്ത് സംഭവിച്ച ഒരേ ഒരു കാര്യമാണ് നേരെ നിൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. പ്രതീകാത്മകമായിട്ട് പൊളിറ്റിക്കലായിട്ടൊക്കെ വായിക്കേണ്ട ഒരു ഭാഗമാണിത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചപ്പോൾ അമൃതാപ്രദം പറഞ്ഞ് അത് സ്വീറ്റായിട്ടുള്ളൊരു മറുപടി പ്രസംഗമുണ്ട്. ചെറിയ പ്രായത്തിലതിങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. അവരതിനകത്ത് പറയുന്നത് ഓസ്ട്രേലിയൻ ആദിവാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ളൊരു കഥയാണ്. പണ്ട് ആകാശം വളരെ താഴ്ന്നിട്ടായിരുന്നു. ആകാശം താഴ്ന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മനുഷ്യർ ഇങ്ങനെ ഉരകങ്ങളെ കണക്ക് ഇഴഞ്ഞ് നടന്ന് ജീവിക്കേണ്ടതായിട്ട് വന്നു. കുറേ ചെറുകിളികൾക്ക് മനുഷ്യൻ്റെ ഈ ദുര്യോഗത്തിൽ വലിയ അനുഭാവം തോന്നി, വലിയ സഹതാപം തോന്നി. അവർ പറഞ്ഞു, നമ്മളെ കണക്കല്ല ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു നട്ടെല്ലുണ്ട്, എന്നിട്ടും ഇങ്ങനെ ഇഴഞ്ഞ് നടക്കേണ്ടി വരുന്ന ആ ബാധ്യത എങ്ങനെയാണ് നമുക്ക് അവർ സഹായിക്കേണ്ടത്? അങ്ങനെ ഈ ഒരു വലഞ്ചെരിവുകളിലുള്ള ഒരു പ്രത്യേകതരം പുല്ലുണ്ട്. ആ പുല്ലുകളെല്ലാം കൂടി ശേഖരിച്ചിട്ട് കുറേ ചെറുകിളികൾ തങ്ങളുടെ കൊക്കും ചിറകും കൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ആകാശത്തുയർത്തി. അത്രയും കാലം ആകാശത്തിന് വെളിയിലായിരുന്ന സൂര്യൻ അപ്പോൾ മനുഷ്യൻ്റെ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. മനുഷ്യർ നേരെ നടന്നു, അവർ കൃഷി ചെയ്തു, അവർ സഞ്ചരിച്ചു, അവർ ഭക്ഷണം പാകം ചെയ്തു. ആകാശത്തെ ഉയർത്തുകയുള്ള കിളികളുടെ ചെറിയ ശ്രമം പോലെയാണ് തൻ്റെ എഴുത്തെന്നാണ് ആ ദിവസങ്ങളിൽ അമൃതാപ്രതം തൻ്റെ എഴുത്തിനെ വിശേഷിപ്പിച്ചത്.